ഹാർട്ട്ഫുൾ പരിശീലനം ദിനേശിന് എങ്ങനെ ഫാമിലി ലൈഫിൽ എങ്ങനെയാണ് ഉപയോഗപ്പെട്ടത് ശരിക്കും? അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൽ കുട്ടികളുമായിട്ടുള്ള ഫാമിലി ലൈഫിൽ ശരിക്കും നമ്മൾ നല്ലൊരു കണ്ടീഷനിലാണെങ്കിൽ ഫാമിലി വേഗം സെറ്റിലാവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് അവർ തരുന്ന എസെൻസ്. അപ്പോൾ ഇതെങ്ങനെ ഒരു എന്താ പറയുക, കണ്ണ് തുറന്നും കൊണ്ടു കിടക്കാം. ഇത് കണ്ടീഷൻ എപ്പോഴാണോ എന്നിൽ നിന്ന് പോയിക്കണേ അപ്പോഴൊക്കെ അപസ്വരങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ഒരു റിമംബറൻസ് കൊണ്ടുനടന്നാൽ മാത്രമാണ് കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികളുടെ അടുത്തായാലും വൈഫിൻ്റെ അടുത്തായാലും നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം ഞാൻ കണക്കാക്കണത്, തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വലിയൊരു ഫെയിലിയറാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവർ കുറേ ബുദ്ധിമുട്ടുണ്ട്, കിച്ചണിൽ കുറേ ലോഡ് വർക്ക് ഉണ്ട്. അതിൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ് മോനുണ്ടാവണേക്കാട്ടും മുമ്പ് ആണ് എന്നെ പ്രിസെപ്റ്ററാക്കണം മാസ്റ്റർ. അപ്പോൾ ഈ കേരളത്തിൽ ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും സ്മൃതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രാക്ടീസുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ട്രെയിനിങ് ടീം ഉണ്ടായി. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ആ ട്രെയിനിങ് ടീമിലേക്ക് എടുത്തിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ് ടീമിൽ ഞാൻ വന്നപ്പോൾ ഓരോ സൺഡേയും ഓരോ സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടാവും. ഒരു പ്രാവശ്യം ആലപ്പുഴയാണെങ്കിൽ ഒരു പ്രാവശ്യം വേറെ സ്ഥലത്ത്. അപ്പോൾ ആ ട്രെയിനിങ് ടീമിൻ്റെ കൂടെ പോകും. അപ്പോൾ ഇവരെ കുറേ ആൾക്കാരുടെ ടോക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. പല പല ആംഗിൾസ് നമുക്ക് കിട്ടും. ഒരു പ്രാവശ്യം ഞങ്ങൾ കാസർഗോഡ് പയ്യന്നൂർ പോയ സമയത്താണ് ഒരു ഫോൺ വന്നു, മാസ്റ്റർ നിങ്ങളെ പ്രിസെപ്റ്ററാക്കാൻ വിളിക്കുന്നുണ്ട്, വേഗം ചെന്നൈയിലേക്ക് പോക്കോ. അപ്പോൾ ഞാൻ വിളിച്ച ആളോട് പറഞ്ഞു, മോനേട്ടനാണ് അത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനേട്ടൻ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടിരിക്കാൻ വേറെ ആളെ വിട്ടാൽ, ഇപ്പോൾ മാസ്റ്റർ പറഞ്ഞേക്കാൻ എന്താ വിട്ടുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ പ്രിസെപ്റ്റർ ആവണ ദിവസം ഒറ്റയ്ക്ക് ഒരു മുറിയിൽ സിറ്റിംഗ് തരും. അപ്പോൾ ആളോട് എന്തെങ്കിലും കുശലം പറയാലോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ പിന്നെ രാജഗോപാലങ്ങളുടെ അടുത്തേക്ക് വിട്ടു. രാജഗോപാലങ്ങളുടെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച നമുക്ക് 3 സിറ്റിംഗ് വെച്ച് ഒരു ദിവസം. അതുവരെ തെറ്റില്ലാത്തൊരു അഭ്യാസിയാണെന്ന് വിചാരിച്ചിട്ട് ആകെ നാണം കെട്ട പോലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളങ്ങ് തലങ്ങും വിലങ്ങും സിറ്റിംഗ് തരാൻ തുടങ്ങിയോടുകൂടി ഓരോന്നും അങ്ങനെ ഇളകാൻ തുടങ്ങി. അപ്പോൾ ഭാഷയും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പ്രിസെപ്റ്റർ ആകുമ്പോൾ. കാരണം ദിനു ഇത് വിചാരിച്ച പോലെ അല്ലല്ലോ. ഭാഷയെ കുറിച്ചിട്ട് വലിയ പ്രൗഡായിരുന്നു. എനിക്കും അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. നമ്മുടെ എല്ലാ അഹങ്കാരവും ആ പ്രിപ്പറേഷനിൽ പോയി. എന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങളാണ് പൊന്തി വന്നത്. ഇപ്പോൾ ഫൈനൽ സിറ്റിങ്ങിന് മാസ്റ്റർ വിളിക്കും. മാസ്റ്ററുടെ മുറിയിൽ മാസ്റ്റർ ഇങ്ങനെ ഒരു ഓയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ബെഡ്റൂമിലുണ്ട്. അപ്പോൾ ഡോർ അടയ്ക്കും. അപ്പോൾ നമ്മൾ മാസ്റ്റർ മാത്രം റൂമിൽ. അപ്പോൾ മാസ്റ്റർ റീസ്റ്റാർട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദാറ്റ്സ് ഓൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ എന്തെങ്കിലും ഒരു മെസ്സേജ് തരും. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഫ്രം നൗ യു ആർ നോട്ട് എ മലയാളി, യു ആർ എ ഹ്യൂമൻ ബീയിങ്, വർക്ക് ഫോർ ഹ്യൂമാനിറ്റി. ഓരോ രീതിയിലാണ് ഓരോ മെസ്സേജ്. ഞാനന്ന് മുണ്ടോ കൊടുത്തുകൊണ്ട് പോയതൊന്നും അറിയില്ല. അന്ന് തന്ന മെസ്സേജ് അങ്ങനെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് മോൻ ജനിക്കുന്നത്. അപ്പോൾ അത് മോൻ ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം മലമ്പുഴ റിട്രീറ്റിൽ പ്രിസെപ്റ്റേഴ്സിൻ്റെ സെമിനാർ. അപ്പോൾ എനിക്ക് ഇവനൊന്ന് കണ്ടു. പിറ്റേ ദിവസം തന്നെ പോകണം എനിക്ക്. പിന്നെ അന്നത്തെ പ്രിസെപ്റ്റർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാത്ത് കുറേ പേരുണ്ടാവും സിറ്റിങ്ങിന്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ സിറ്റിംഗ് തുടങ്ങലായി. സിറ്റിംഗ് തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ക്യൂ നിൽക്കണ്ടാവും. നമുക്കൊന്ന് വാഷ്റൂമിൽ തന്നെ പോകാനായിട്ട് അങ്ങനെ പ്രിസെപ്റ്റർക്കൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പോലും സെൻസ് ചെയ്യണ അഭ്യാസികളൊന്നും ഇല്ല. അവർക്ക് എങ്ങനെയെങ്കിലും സിറ്റിംഗ് എടുക്കണം, വേറൊരു വഴിയില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി ഞാൻ സന്ധ്യകളൊന്നും കാണാൻ വഴിയില്ല. എന്നുവെച്ചാൽ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞ് 10:30 ആവും കഴിയുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വർക്കാണ് ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട വന്നിരുന്നത്. അത് ഒരു പരിധിവരെ എന്നെ മനസ്സിലാക്കണമെങ്കിലും കുറേ സമയത്ത് നമുക്ക് ഈ ഫീലിംഗ്, ഇപ്പോൾ ഫാമിലി ലൈഫിൽ എങ്ങനെയാണ് ഈ പ്രാക്ടീസ് സഹായിച്ചതെന്ന് നോക്കുമ്പോൾ ഒരു പ്രിസെപ്റ്റർ നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെ റീഡ് ചെയ്യണ പോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പറെ റീഡ് ചെയ്യണം. അപ്പോൾ അവരും കണ്ടമാനം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓപ്ഷൻ ഇല്ല.
അത് ദാജി മഹാരാജൻ്റെ കാലഘട്ടം വരുമ്പോഴാണ് ആ ഒരു പ്രിസെപ്റ്ററിൻ്റെ ഫ്രീഡം വരുന്നത്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് സിറ്റിംഗ് കൊടുക്കുക എന്നുള്ള ഒരു സംഗതിക്ക് ശേഷമാണ് നമുക്ക് കുറേ കൂടി ഫാമിലീനെ നമുക്ക് പ്രോമിസ് കൊടുക്കാൻ പറ്റില്ല. ഇന്നൊരു ഫംഗ്ഷന് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം. അത് ഇത്ര ചെറുപ്പത്തിലേ ആയപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ഹയർ ആയിട്ടുള്ള സർവീസാണ് വെച്ചാൽ പ്രിസെപ്റ്ററിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാം. ഒന്ന് ഗ്രേറ്റ് മാസ്റ്ററുടെ വർക്കിൽ പങ്കാളിയാവുക, പലതും വിറ്റ്നസ് ചെയ്യുക, പിന്നെ നമ്മുടെ ടൈം മുഴുവൻ നമ്മുടെ അഭ്യാസികൾക്ക് വേണ്ടിയിട്ടാവുക. അതൊരു പോസിറ്റീവ് സൈഡ് ആവുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് അന്ന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ പ്രിസെപ്റ്റർ ആക്കിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടി നമ്മൾ സെൻസിറ്റീവായി. അവർ സഫർ ചെയ്യുന്നത് നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യണം. കാരണം ഓരോരുത്തരുടെ വിഷമങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ഒരാളെ ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു കഴിവാണ് എന്നൊക്കെ ഉള്ളൊരു ആംഗിളുകൾ വരാൻ തുടങ്ങി. ആദ്യത്തെ ഇഷ്ടം എന്നൊക്കെ വെച്ചാൽ എങ്ങനെയെങ്കിലും 13th പോയിന്റിലെത്തണം, ജേണി കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. പിന്നെ പതിയെ മുന്നോട്ട് പോകുന്തോറും ഈ ജേണി കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ പറയണത് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കാനും അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സ്പേസ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചെക്ക്. അവരും ഒരു വ്യക്തിയാണ്. അത് തുടക്കകാലത്തൊന്നും അങ്ങനത്തെയുള്ള സെൻസിറ്റിവിറ്റി ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പതിയെ 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 ദാജി മഹാരാജിൻ്റെ ഇതിൽ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസിൽ ഭയങ്കര വലിയ ഷിഫ്റ്റ് വന്നത്. മറ്റേത് ചാരിജി മഹാരാജിൻ്റെ അടുത്ത് പോയി അദ്ദേഹം നമ്മളെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ബ്ലെസ് ചെയ്ത് തരും. പക്ഷെ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കാര്യമായിട്ട് റിസർച്ചസ് ഇല്ല. എൻ്റെ സംസാരം എങ്ങനെയായിരിക്കണം, എൻ്റെ നോട്ടം എങ്ങനെയായിരിക്കണം, എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം. നമ്മൾ മാസ്റ്ററെ കണ്ടു, ഭയങ്കര സന്തോഷമായി. നല്ല കണ്ടീഷൻ, ആൾ വളരെ പാടുവച്ചിട്ടാണ് നമ്മളെ ശുദ്ധീകരിച്ചിട്ടാണ് വിടുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ക്യാരക്ടറിൽ നല്ല മാറ്റം വരുത്തണം. അതന്ന് ക്ലിക്കായില്ല. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു തുടർച്ചയായിട്ടുള്ളൊരു എഫർട്ട് എടുക്കേണ്ട മേഖലയാണെന്ന് അന്ന് മിഷനിലുള്ളവരും അത്രയ്ക്കും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നീട് അപ്പോൾ ദിനേശിൻ്റെ ഈ ക്യാരക്ടർ ഫോർമേഷനുള്ള പരീക്ഷണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതെങ്ങനെയാണ് ഒരു ഐഡിയ എടുത്തത്? അത് നിരന്തരം സംഭവിക്കണോ, അല്ലെങ്കിൽ ഒരു ആശയം എടുത്തിട്ട് അത് പരിശീലിക്കുക, അങ്ങനെയാണോ? ഏത് ക്യാരക്ടറിലുള്ള സംഗതിയാണോ ആ, ചോദിച്ചത്? അതെ. ക്യാരക്ടർ, ബിഹേവിയർ, അതും കൂടെ അത് നമ്മുടെ ജോലിയാണെന്നാണല്ലോ മാസ്റ്റേഴ്സ് പറയുന്നത്. അത് ശരിയായിട്ടുള്ളൊരു മാറ്റം വരാൻ കാരണം ഓരോ സമയത്തും നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കണ മാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള കുറേ ആൾക്കാർ നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയധികം മിഷൻ വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് കുറേ ബ്ലെസ്സിങ് ഉണ്ടാവും. അപ്പം ഞാൻ മിഷൻ വർക്ക് കണ്ടമാനം ചെയ്യും. പക്ഷെ ക്യാരക്ടർ വൈസ് കുറേ കൂടിയും സോഫ്റ്റ് ആവണം, കുറേ കൂടിയും നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം, ഹമ്പിൾ ആവണം. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞ സംഗതി അങ്ങനെ അധികം പരിചയമില്ലാത്ത വേൾഡാണ് എൻ്റെ. എല്ലാ കാര്യം മുഖത്തോക്കി പറയും. അപ്പോൾ അത് അവർക്ക് ഹർട്ടാവുണ്ടോ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഒരു ദാജി മഹാരാജിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ തന്നെ സിറ്റിംഗ് കൊടുത്ത വളരെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രദറിനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാജി മഹാരാജിൻ്റെ ബർത്ത്ഡേക്ക് ഒരു സിറ്റിങ്ങിൽ ഒരു ലാസ്റ്റ് ഒരു നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ഗിഫ്റ്റ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഒരു നല്ലൊരു സ്വർണ്ണപ്രഭയുള്ള ഒരു സംഗതി എൻ്റെ സിസ്റ്റത്തിലേക്ക് വന്ന് അതെന്നെ മുഴുവൻ ഇലുമിനേറ്റ് ചെയ്ത് ഒരു ലോട്ടസ് പോലെ ഇങ്ങനെ തിളങ്ങണ ഞാൻ കണ്ടു സിറ്റിങ്ങിൽ. ഞാൻ പ്രേ ചെയ്തു. വളരെ റയർ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് എനിക്ക് കൊണ്ടു നടക്കാനായിട്ടുള്ള വിസിഡവും വിൽ പവറും എനിക്ക് തരണമെന്ന് പ്രേ ചെയ്തിട്ടാണ് ഞാൻ ആ ഭണ്ഡാരയ്ക്ക് പോണത്. അങ്ങനെയാണ് ഈ ബ്രദറിനെ ഞാൻ കണ്ടുമുട്ടുന്നത് ഇതിന് ശേഷം. അപ്പോൾ ഈ ബ്രദറിൻ്റെ ആംഗിളുകൾ മുഴുവൻ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. വളരെ ഡിഫറെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. ഞാനങ്ങനെ ഒരു പ്രിസെപ്റ്ററിനെ അഭ്യാസിനെ ഞാൻ അധികം കണ്ടിട്ടില്ല അധികം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്പിരിച്വൽ മേഖലയിൽ എന്നെക്കാട്ടും മേലുള്ള ഒരാളായിട്ട് കമ്പനിയാവും, അല്ലെങ്കിൽ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ബ്രദറിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രദർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ കണ്ടീഷൻ പോകുന്നുണ്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കാൻ തുടങ്ങി.
നമ്മുടെ നോട്ടം, നമ്മുടെ വാക്കിലുള്ള റഫ്നെസ്. അപ്പോൾ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ഭണ്ഡാര കഴിഞ്ഞ് വീടെത്തുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ ഒരു 60-70% പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ട്രെയിനിലാണെങ്കിലും അല്ലെങ്കിൽ ബസ്സിലാണെങ്കിലും നമ്മളെങ്ങനെയാണോ എനിക്കൊരു സംഗതി തന്നെ അതേ രീതിയിൽ നമ്മൾ പെരുമാറാൻ വളരെ കോൺഷ്യസ് ആയിട്ട് എഫർട്ട് എടുത്താൽ മാത്രമേ ഇത് എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതൊരു വലിയൊരു മാറ്റമായിരുന്നു. അതിന് ശേഷമാണ് ഫാമിലി ലൈഫിൽ വലിയൊരു മാറ്റത്തിലേക്ക് ഞാൻ വന്നത്. ഫാമിലി ലൈഫിലും ഓഫീസിലും മിഷനിലും. മറ്റൊന്നും മിഷന് വേണ്ടി വർക്ക് ചെയ്യുക, ബാക്കിയൊക്കെ ക്യാരക്ടർ ഫോർമേഷൻ അത്ര വലിയ സംഭവം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ എസെൻസ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം, അതായത് ഈ മിഷനിൽ ചേർന്നിട്ട് വെറുതെ ആവരുത് അവസാനം. അപ്പോൾ ഈ ക്യാരക്ടർ ഇല്ലാണ്ട് ഇനി മുന്നോട്ട് പോക്ക് സാധ്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഓരോ രീതിയിൽ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ ബ്രദറിൻ്റെ ഭയങ്കര സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് ആയിരുന്നു തരാറ്. അപ്പോൾ പറഞ്ഞാൽ ദിനേശ് നല്ല കണ്ടീഷനിലാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്ത് എങ്ങനെ ഇടുമോ എന്ന് സങ്കല്പിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ നല്ല രസമായിട്ട് ഭംഗിയായിട്ട് തോർത്ത് ഇങ്ങനെ വിരിച്ചിടും. അൺഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് തോർത്ത് എങ്ങനെയാണ് ഇന്നിങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാലോ, നല്ല കണ്ടീഷനിരിക്കുമ്പോൾ ബൈക്കിൻ്റെ സ്റ്റാൻഡ് എങ്ങനെ ഇടാറ്, സോഫ്റ്റായിട്ട് അതിനെ വേദനിപ്പിക്കാണ്ടിടും, അല്ലാത്ത സമയത്ത് ഒരൊറ്റ തട്ട് കൊടുക്കുന്നതാ. അപ്പോൾ പറഞ്ഞു ഇപ്പം മനസ്സിലായോ കണ്ടീഷൻ എങ്ങനെ പോണേന്ന്. അപ്പോൾ ഈ കക്ഷിയുടെ ഒബ്സർവേഷൻ, ഞാൻ എൻ്റെ ഗുരുവിന് വളരെയധികം നന്ദി പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആൾക്കാരെ ഈ മിഷനിലുണ്ടല്ലോ. അപ്പോൾ ആളുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു ഭണ്ഡാരയ്ക്ക് ഒരു കണ്ടീഷൻ കിട്ടിയാൽ അടുത്തൊരു ഭണ്ഡാര ആകുമ്പോഴേക്കും ആൾ അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും. ആ ഗോൾ വെച്ചിട്ടാണ് പോവും. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വൈഫ് ചായ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചു, നീ ചായ ഇങ്ങനെ കുടിച്ചിട്ട് നീ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് സ്പിരിച്വൽ ഫീൽഡിലെ ആൾക്കാർ സെർവ് ചെയ്യേണ്ട ആൾക്കാരാണ്, സെർവ് ചെയ്യപ്പെടേണ്ട ആൾക്കാരല്ല. അപ്പം അങ്ങനെ ഞാൻ കുറേശ്ശെ കിച്ചണിൽ ഒന്ന് സഹായിക്കണം, പഠിച്ചെടുക്കണം. ഇത്ര നാൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്കും പണിയെടുത്തപ്പോൾ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല പണിയുള്ള ഏരിയയാണ്, ഇത്ര എഫർട്ട് എടുക്കേണ്ട ആ സിസ്റ്റർ എന്ന് മനസ്സിലായി. അത് ആൾ പറഞ്ഞിട്ടല്ല ഞാൻ പോണത്, അതും എൻ്റെ മാസ്റ്ററൊക്കെ പോകുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ട് പോണത്. ഞാൻ പതുക്കെ അത് പഠിച്ചെടുക്കാൻ തുടങ്ങി. അത് പഠിച്ചെടുക്കുമ്പോൾ ഉണ്ടായ ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നല്ല രീതിയിൽ കിച്ചണിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഹാർട്ടിന് വലിയൊരു എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പം എനിക്ക് വണ്ടറായി, ഒരു സിറ്റിംഗ് കൊടുത്തേക്കാട്ടും ഭയങ്കര ഒരു എഫക്റ്റാണ് ഞാൻ വളരെ ഹാർട്ട്ഫുള്ളി ഞാൻ കിച്ചണിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഒഴിച്ച് ബാക്കി ആൾക്കാർക്ക് എന്ത് ചെയ്താലും എനിക്കൊരു എക്സ്പാൻഷൻ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെ സർവീസുകൾ മാസ്റ്റേഴ്സ് തരാൻ കാരണം നമ്മളെ കുറേയും കൂടി വളർത്തിയെടുക്കണമെങ്കിൽ കുറേയും കൂടി നമുക്ക് കിട്ടണത്, അതായത് നമുക്ക് ലഭിച്ചത് കൊടുത്താൽ മാത്രമേ അടുത്ത് കിട്ടുള്ളൂ. നമുക്ക് കിട്ടിയത് ഡൈജസ്റ്റ് ആവണമെങ്കിൽ നമ്മളത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ കൊടുക്കണം? അതിനൊരു ഫീൽഡ് വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓരോ അഭ്യാസീസും നമ്മുടെ അടുത്ത് സിറ്റിങ്ങിന് വന്നതൊക്കെ ശരിക്കും നമ്മളെ സഹായിക്കാനാണ്. പക്ഷേ ആ ആംഗിൾ നമ്മളെപ്പോഴും ഉൾക്കൊള്ളാണ്ട് വരുമ്പോഴാണ് നമുക്ക് വിഷമാവുന്നത്. ശരിക്കും മാസ്റ്റർ ഓരോ സാഹചര്യങ്ങളും കൊണ്ടുവിടുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആംഗിൾ തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സംഗതി. ഇന്നത്തെ യുവാക്കള് സ്പിരിച്വൽ സാധനയിലേക്ക് എന്തുകൊണ്ട് വരണം എന്നാണ് ദിനേശ് ചിന്തിക്കുന്നത്? അതെങ്ങനെയൊക്കെ അവരെ സഹായിക്കും? എൻ്റെ ഒരു തുടക്കം മുതലേ അന്വേഷണം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എപ്പോഴും എനിക്ക് അധികം നേരം സങ്കടത്തോടെ ഇരിക്കാൻ പറ്റില്ല. ഒരു മരിച്ച വീട്ടിൽ പോയാലും കുറേ നേരം കഴിയുമ്പോൾ എനിക്ക് അടുത്ത ലെവലിൽ എനിക്ക് ഇച്ചിരി വരും. എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് ഇതാണ്. കുറച്ചും കൂടി ഒരു പ്ലസൻ്റ് ആയിട്ടാണ് എനിക്ക്. എന്തൊക്കെ വിഷമിപ്പിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും പെട്ടെന്ന് ഞാൻ മറക്കും. 2-3 ദിവസത്തേക്കുള്ളിൽ അവരെ മറന്ന് പിന്നെ അവരായിട്ട് ചങ്ങാത്തത്തിൽ വരും. അത് മിഷനിൽ പറഞ്ഞേക്കാട്ടും മുമ്പ് എങ്ങനെ തന്നെയാണ്. ആ ഒരു നേച്ചറുണ്ട് ഇപ്പോഴും. ഈ യുവാക്കളോട് പറയാനുണ്ടെങ്കിൽ, മൈൻഡ് ഏറ്റവും സെറ്റിലായിരിക്കുമ്പോഴാണോ മൈൻഡ് ഏറ്റവും ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോഴാണോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്ത് സാധനം നന്നായി ആസ്വദിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ഞാനൊരു കാര്യം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആ കാര്യം എനിക്ക് മനസ്സിലായില്ല എന്നതിൻ്റെ അർത്ഥം. ഞാൻ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിനെ ഫുള്ളായിട്ട് മനസ്സിലാക്കിയാൽ ഞാൻ അന്ന് അതിൽ നിന്ന് വിഡ്രോ ചെയ്യും.
അപ്പം ഞാൻ എന്തെങ്കിലും കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്യും. അപ്പോൾ എനിക്ക് അതിൻ്റെ എസെൻസ് മനസ്സിലായിട്ടില്ല. ഇപ്പം നോൺ വെജിൽ നിന്ന് ഞാൻ വെജിറ്റേറിയനിലേക്ക് എത്തിയിട്ടും പായസം, സദ്യ അതൊക്കെ എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടെംപ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനും എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും ഈ സിസ്റ്റത്തിൽ. അപ്പം അതിൽ ഒരു ദാജി മാസ്റ്ററുടെ ഒരു കോട്ടിങ് കിട്ടി. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണത്തിനോട് അങ്ങനെ ഒരു ആസക്തി തോന്നുകയാണെങ്കിൽ അത് കഴിക്കുന്നതിനെക്കാട്ടും മുന്നേ അത് അതിൻ്റെ ടേസ്റ്റ് നിങ്ങളുടെ എല്ലാ സെല്ലുകളിലും വ്യാപിക്കട്ടെ എന്ന് വിചാരിക്കുക. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് അതിലേക്ക് പോവുക. വളരെയധികം എഫക്റ്റീവാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2-3 പിടി കഴിക്കുമ്പോഴേക്കും ഒരു 2-3 പ്ലേറ്റ് കഴിച്ച പോലെയാവും. അപ്പം അതിൽ നിന്ന് ഞാൻ പഠിച്ചത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും എൻ്റെ സെല്ലുകൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ലേ. അതിന് ഞാൻ അനുവദിക്കില്ലേ, കഴിച്ചുകൊണ്ടിരിക്കില്ലേ. ആ സെറ്റിലായിട്ടിരിക്കുമ്പോൾ അതിന് എല്ലാ ടേസ്റ്റും മനസ്സിലായി. ഇത് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, യൂത്ത് എന്തിനാ ഈ ഓട്ടം പായണേ, ടൂറ് പോവുക, അല്ലെങ്കിൽ അടുത്ത സിനിമ ആണ്, ഇതൊക്കെ വേണം. അതിനെ ആ രീതിയിലിരുന്ന് നമ്മൊന്ന് കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്തോ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരാളെ ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ ഇഷ്ടപ്പെട്ടു നോക്കുക, അതിന് വേറെ ആളെ ഇഷ്ടപ്പെട്ടു നോക്കുക, അതിലില്ലാത്തത് ഇതിലുണ്ട്. നമ്മളൊന്നും മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്തതും ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ല, എല്ലായിടത്തും പോലും നമ്മൾ പെട്ടെന്ന് സെറ്റിലാവും. കുഴപ്പമില്ല, ഇതൊക്കെ ധാരാളം മതി. അതായത് നമ്മളുടെ എനർജി കണ്ടമാനം പോവില്ല. യൂത്ത് ശരിക്കും നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അവരുടെ ടൈമെല്ലാം ശരിക്കും നന്നായി ആസ്വദിക്കാൻ പറ്റും. അവരോട് ചോദിച്ചു നോക്കുക, എന്താ ഇത്ര റിപ്പീറ്റേഷൻ എന്ന് ചോദിച്ചു നോക്കുക. എന്തൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതുവരെ അത് മനസ്സിലായിട്ടില്ലല്ലോ. യൂത്തിനോട് പറഞ്ഞു നോക്കി, നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാമെന്ന്. മനസ്സിലാക്കാനല്ലേ പാട് വയ്ക്കണേ. അപ്പോൾ സെറ്റിലായിട്ട് നമ്മൾ തൊല്ലുമ്പോൾ നമ്മൾ എപ്പോഴും എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, ഞാൻ ആ വസ്തുവിൻ്റെ മാസ്റ്ററി നേടും. വീണ്ടും വീണ്ടും റിപ്പീറ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂത്തിനോട് ചോദിക്കണം, നിങ്ങൾക്ക് അടിമയായിട്ട് ജീവിക്കുന്നത് ഇഷ്ടം, ഉടമയായിട്ട് ജീവിക്കുന്നത് ഇഷ്ടം? അതും തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് പൊള്ളൂ. എനിക്ക് പൊടിയിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു ക്വസ്റ്റ്യനാണ് ഇടാറ്. പിന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിലൊരു പ്രത്യേകത, നമുക്കൊന്നും നിഷേധിക്കണില്ല. നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്നാണ്. പലപ്പോഴും നമ്മൊരാൾ ഇഷ്ടപ്പെട്ടാൽ പോലും നമ്മ എപ്പോഴും ദേഷ്യപ്പെടുകയും ഡിസ്റ്റർബ് ചെയ്യണ ഒരാളാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് നമ്മളെ ഒരു വല്ലാത്ത മട്ടിപ്പാവും. എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും കുറച്ചാൾ കഴിയുമ്പോൾ, ഇപ്പോൾ പല വീടുകളിലും അച്ഛൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിറച്ചും ചീത്തയാണ്. അപ്പോൾ അമ്മ പറയും, മക്കളെ അച്ഛൻ വരാറായി, ഇന്നത്തെ പരിപാടി നിർത്തിക്കോ. ആ സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു ഫാമിലി റൺ ചെയ്യണ ആൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓഫീസ് സ്ഥലത്തുണ്ടായ എല്ലാ സംഗതികളും കൊണ്ട് വീട്ടിലുള്ളവരുടെ മേത്തേക്ക് ഓരോ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും. അപ്പോൾ എത്ര പ്രിയപ്പെട്ട ആളായിരുന്നാലും പീസുള്ള ആളുടെ അടുത്ത് ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അതുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത്, എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എനിക്ക് പോകാൻ ഇത്ര ഇഷ്ടമുണ്ടാവും. കാരണം ഒരു കണ്ടീഷൻ ഇല്ലാണ്ട് നമ്മളെങ്ങനെയാണോ അതേപോലെ നമ്മൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെയും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഇല്ലാണ്ട് നമുക്ക് ഓരോരുത്തരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് കീയാണ്. പക്ഷേ അതിങ്ങനെ പരീക്ഷിച്ച് വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഫുഡിൻ്റെ കാര്യത്തിൽ കുറേ റിസർച്ച് ചെയ്ത് നോക്കി. നോൺ വെജിൽ നിന്ന് വെജായി, വെജിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കുക്ക് ചെയ്യാത്ത ഫുഡ് ആണെങ്കിൽ ഞാൻ കഴിക്കണമെങ്കിൽ ഉച്ച സമയത്ത് ഓഫീസിൽ കുക്ക് ചെയ്യാത്ത കുറേ ഫുഡ്സ് ഞാൻ കൊണ്ടുപോകും. നട്ട്സ് കൊണ്ടുപോകും, വെജിറ്റബിൾസ് കൊണ്ടുപോകും, പിന്നെ എന്തെങ്കിലും കായ്കനികളൊക്കെ പുഴുങ്ങി കൊണ്ടുപോകും. അപ്പം എൻ്റെ എനർജി ലെവൽ വളരെ കൂടുതലാണ്. കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുമ്പോൾ അത്രയ്ക്കും കിട്ടണില്ല. അപ്പോൾ അത് കുറച്ച് നാൾ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. അത് കുറച്ച് നാൾ പരീക്ഷിച്ചതിന് ശേഷമാണ് ദാജി മാസ്റ്ററുടെ ഫങ്ഷണറി സെമിനാറിന് ഒരാഴ്ചത്തോളം നമുക്ക് ലിക്വിഡ് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സെമിനാറിൽ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി ഒരാഴ്ച. അത് പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡേ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്തൊരു വിഷമമായിരുന്നു ശരീരത്തിന്. എന്തിനാ നീ കഴിച്ച്? അതായത് നല്ല പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ എല്ലാ സെല്ലുകളും. ഭക്ഷണം ചെന്ന വഴി തന്നെ പെട്ടെന്ന് അതിൻ്റെ സംഗതികളൊക്കെ കുറഞ്ഞു. അതിങ്ങനെ വളരെ ചുരുങ്ങണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് രീതിയിൽ തന്നെ ചിന്തിക്കണേ. ഭക്ഷണം കഴിച്ചിട്ട്
എൻ്റെ സെല്ലുകൾക്ക് സന്തോഷം കുറയുകയാണെങ്കിൽ പിന്നെ എന്തിനാ കഴിക്കുന്നത്? നമ്മൾ കഴിക്കണത് ഒരു സന്തോഷം കിട്ടാനല്ലേ ഇതൊക്കെ കഴിക്കണത്. പക്ഷെ അതിലും വീണ്ടും ബാലൻസ് കൊണ്ടുവന്നു. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ശരീരത്തിനെ നിലനിർത്താൻ നമ്മൾ കഴിക്കണം. എന്നുവെച്ചാൽ അത് നമ്മളെ സെർവ് ചെയ്യണം, കുറേ നാൾ കൊണ്ടുപോകണ്ടേ ഈ വെഹിക്കിൾസ്. അപ്പോൾ അതും കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ശരിയായിട്ടുള്ളൊരു ജീവിതചര്യ പോലെ കിട്ടാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ 2 നെല്ലിക്കയോ 2 ക്യാരറ്റ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, അല്ലെങ്കിൽ ഏത് ഓഫീസിലെ മീറ്റിങ്ങിന് വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ടൂർ പോകണമെങ്കിലും എല്ലാവരും കൺസേൺ എന്താ? എവിടുന്ന് ഭക്ഷണം കഴിക്കും, കുക്ക് ചെയ്യണം, പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീഡമാണ് നമുക്ക് കിട്ടണത്. ഇത് സ്ഥിരമായിട്ട് സംഗതി ഇങ്ങനെ മാറിപ്പോകാനല്ല. ഭക്ഷണം കഴിച്ചോ, സദ്യ കഴിച്ചപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സും ഇപ്പോഴും നന്നായി കഴിക്കുന്നുണ്ട്. പക്ഷേ അവർ നോക്കുമ്പോൾ എന്താ, അവർക്കതിൽ പൂർണ്ണമായിട്ട് ഗ്രിപ്പുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ 2 3 അവർ കഴിക്കുന്ന രീതി തന്നെ കണ്ടാൽ എങ്ങനെ, അതൊരു സ്പൂൺ എടുത്ത് അത് വായിൽ ലയിച്ച് അതൊക്കെ നോക്കി 2 ഇഡ്ഡലി കഴിക്കണമെങ്കിൽ എത്ര സമയം എടുക്കണേ, അവരെടുത്ത് പോയിരുന്ന് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ കൈകളെന്താ വേഗം ചലിക്കണേ. എന്നോട് ഈ ബ്രദർ നേരത്തെ പറഞ്ഞു, നിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഭയങ്കര സ്പീഡിൽ കൈകാലുകൾ ചലിക്കുകയാണെങ്കിൽ നീ കണ്ടീഷൻ നല്ലതല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഇൻസൈറ്റ്സ് ആരും തരാറില്ല. അപ്പം ഞാൻ ഭണ്ഡാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല സിറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, എന്തൊരു സോഫ്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാന്നറിയോ. പതുക്കെ അതിനെ ഒന്ന് അടർത്തിയെടുത്ത് അതൊന്ന് പതുക്കെ കറിയിലൊക്കെ മുക്കി പതുക്കെയാണ് വായിൽ കൊണ്ടുപോകണേ. അപ്പോൾ ഈ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മളെ, നമ്മുടെ രീതികളെങ്ങനെ, നമ്മുടെ ചലനങ്ങളെങ്ങനെ, നമ്മുടെ നോട്ടം പോലും നല്ലൊരു ദയോട് കൂടിയിട്ടായിരിക്കും. ഈ കണ്ടീഷൻ കൊണ്ട് നടക്കലാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പോൾ സെഡ്സി എന്നുള്ള നിലയിൽ തൃശ്ശൂരിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ദിനേശ് കൈകാര്യം ചെയ്യുന്നത്? ശരിക്കും പ്രിസെപ്റ്ററിൽ നിന്ന് CC ആവണ സമയത്ത് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത വേറെ രീതിയിൽ മിഷനെ കാണുന്ന ഒരു അഭ്യാസികളുടെ സ്ഥലത്താണ് എന്നെ CC ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തത്. ഞാനാണെങ്കിൽ വില്ലുപറമ്പിൽ കുറേയധികം എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ ഫാമിലിനെയും എനിക്കറിയാം. ഒരാൾ സത്സംഗത്തിന് വന്നില്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോകും. പിന്നെ അവർക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അവരെ മാസ്റ്റർ അടുത്ത് കൊണ്ടുപോകുക. ഒരു 6 മാസത്തിനുള്ളിൽ അവരെ നമ്മൾ മാസ്റ്റർ പരിചയപ്പെടുത്തി വേറൊരു ലെവലിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ടിക്കറ്റുകൾ ഒറ്റ ഭണ്ഡാരം മിസ് ചെയ്യാണ്ട് കൊണ്ടുവരിക, എല്ലാം ഫുൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഏരിയയിൽ ഞാൻ വളരെ കംഫർട്ടിൽ ഇരിക്കുന്ന സമയമാണ് എന്നെ CC ആയിട്ട് വേറെ സ്ഥലത്തേക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന്, ഈ സെൻറ്ററിനോട് എനിക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ വീണ്ടും മാസ്റ്ററുടെ ഒരു ഇടപെടലാണ്. അഭ്യാസികളായാൽ പോലും നമുക്ക് അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഇതൊക്കെ നമ്മുടെ യാത്രയിൽ ഓരോരുത്തരും മാറി വരും. സർവീസ് മേഖല മാറണം. പിന്നെ എനിക്ക് കംഫർട്ടായിട്ടുള്ള സോൺ മാറ്റുക എന്നുള്ളതാണ് സ്പിരിച്വലിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. സിമ്പിളായിട്ട് ഒരു ഓർഡറിലൂടെ ആളങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. അപ്പോൾ കൊടുങ്ങല്ലൂർ എനിക്ക് ഡീൽ ചെയ്യേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ വളരെ ഏജ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ. അതും വളരെയധികം നന്നായി സംസ്കൃതത്തിൽ സംസാരിക്കുകയും വളരെ നല്ലൊരു ബോണ്ടോട് കൂടിക്കുന്ന സ്ഥലത്ത് നല്ലൊരു ഏജ് ഡിഫറൻസിൽ എന്നെ CC ആയിട്ട് വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചലഞ്ചാണ്. അപ്പോൾ എന്നും പ്രെയർ ചെയ്ത് വളരെയധികം റിമംബറൻസിലാണ് ഞാൻ പോവുക. എന്നുവെച്ചാൽ ഇനി എന്ത് പറയും ഇവരുടെ അടുത്ത്, എൻ്റെ കയ്യിലധികം സംസ്കൃതവും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ഒരു ഹാർട്ട്ഫുള്ളി ആയിട്ട് സംസാരിക്കുക എന്നുള്ളൊരു ടൂളുള്ളൂ. പക്ഷേ പതുക്കെ ഓരോരുത്തരെ പരിചയപ്പെടാൻ തുടങ്ങി, ഓരോരുത്തരുടെ വീടുകളൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി, പതുക്കെ ആ നാടിനെയും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഉണ്ടായൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ രീതിയിലുള്ള ചിന്തിക്കുന്ന ആൾക്കാരെയും നിനക്ക് സ്വീകരിക്കാൻ നീ ആയിട്ടില്ല, അതിനും കുറേയും കൂടി നീ വളരാനുണ്ട്. അപ്പം നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടേക്കാണ് വളരേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അത് മാസ്റ്റേഴ്സിന് ഇഷ്ടമല്ല. മാസ്റ്റേഴ്സിന് എപ്പോഴും നമ്മൾ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വളരണം. അതിനുള്ള സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം ഒരു യഥാർത്ഥ സ്പിരിച്വൽ മാസ്റ്ററുടെ റോൾ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഏറ്റെടുത്തു. അതായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി എന്ന് വെച്ചാൽ, കൊടുങ്ങല്ലൂർ ഒരു ആശ്രമം പ്രൊജക്റ്റ് മുന്നോട്ട് വന്നു. അപ്പോൾ ആദ്യം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ഒഴിവാക്കിപ്പോയി. പിന്നെ ആ ആശ്രമത്തിനോട് ചേർന്നുള്ള കുറച്ച് ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് ആ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു.
അത് വലിയൊരു ടെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നു എനിക്ക്. അതായത് അവിടുത്തെ അഭ്യാസികൾക്ക് എത്രത്തോളം അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ഇവിടുത്തെ അഭ്യാസികളെയും കൊണ്ടുപോയി മാസ്റ്റർ അടുത്ത് പോയി. മാസ്റ്റർ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ എത്ര സെഷൻ സ്ട്രെങ്ത് ഉണ്ട്, ഇത്ര 60-70 പേര് വരുന്നുണ്ട്, നിങ്ങൾക്കിത് പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഇത്ര സ്ഥലം നമുക്ക് ഇത്ര പ്ലോട്ട് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം കൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഒരു പ്രൊജക്റ്റൊക്കെ മാസ്റ്റർ എടുത്ത് വെച്ചു. അപ്പം മാസ്റ്റർ അപ്രൂവൽ തന്നു. അപ്പോൾ മാസ്റ്റർ അപ്രൂവൽ തന്നു. നമ്മൾ വിചാരിക്കണ പോലെ ഈ പ്ലോട്ടുകൾ വിറ്റ് പോവുകയും വേണം, ഇന്ന് ലാഭം കിട്ടിയിട്ട് ഈ ഓണർക്ക് രജിസ്ട്രേഷൻ നടത്തണ്ടേ. അതൊരു വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ കൃപ കൊണ്ട് നമ്മൾ ഒരു അറ്റത്തേക്ക് കടന്ന് അത് രജിസ്ട്രേഷനൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി. പക്ഷേ ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെയധികം വിശാലമായിട്ട് നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രീതി വരുമ്പോഴാണ് അവർ ആ രീതിയിൽ നമ്മളോട് സഹകരിക്കുകയുള്ളൂ. അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. നല്ല രീതിയിൽ പരീക്ഷിക്കപ്പെട്ടു എല്ലാ രീതിയിലും. പക്ഷേ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ മാസ്റ്റർ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് മാസ്റ്റർ ബ്ലെസ് ചെയ്തൊന്നും ഒരിക്കലും പരാജയപ്പെട്ടില്ല. അത് എൻ്റെ ഒരു സ്ട്രോങ് ഫെയ്ത്താണ് എൻ്റെ. അപ്പോൾ ഇതിൻ്റെ കര കടക്കും, അപ്പുറത്തെത്തും എന്ന് എനിക്കറിയാം. പക്ഷേ വളരെ നാടകീയമായി നമ്മളെ പരീക്ഷിച്ച് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താനും നമ്മളുടെ കുറേ ഈഗോനെ വളരെയധികം മെരുക്കിയെടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ആ സിനിമ ഒരു നല്ല എൻഡിലേക്ക് പോയി. അത് അപ്പോൾ CC ആയി. അപ്പോൾ പ്രിസിപ്റ്റേഷനെ കൂടുതൽ നമ്മൾ മാനേജ് ചെയ്യണം. അവിടെ ഇനി വരാൻ പോണ പ്രിസിപ്റ്റേഷനെ നോക്കണം. കൊടുങ്ങല്ലൂർ പോയപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് യൂത്ത്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ ഈ എൽഡറായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അവർ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും പറയാനായിട്ടുള്ളൊരു എന്താ പറയുക, അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പറയാൻ പറ്റിയ ഏജ് ഗ്രൂപ്പ് ആരുമില്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഭായ് ഇതെങ്ങനെ ഭായ് അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ പലപ്പോഴും സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ മിക്കപ്പോഴും രാത്രി 12 മണിയൊക്കെ ആവും. നെൽസൺ ഭായും പ്രകാശ് ഭായും ബിജു കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടും കൂടിയും നമുക്ക് ആ രീതിയിലേക്ക് പോകാനായിട്ട് സാധിച്ചു. പിന്നെ ഈ ZC എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാജി മാസ്റ്റർ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഭണ്ഡാരയ്ക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എൻ്റെ ഹാർട്ടിൽ ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ ഇത് നേടിയെടുക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലായി. ഞാൻ മിഷൻ വർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഒരു ആശ്രമം സബ്മിറ്റ് ചെയ്തു, മാസ്റ്ററിന് കൊടുത്തു. മാസ്റ്റർ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിപ്പിച്ചു. എന്തിനാണ് ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ കൂടെ വീണ്ടും സ്പെൻഡ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു മെയിൻ സംഗതി. അപ്പം മാസ്റ്റർ റൂമിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നു, ഡോക്യുമെൻറ്റ്സൊക്കെ കൈമാറി. അപ്പോൾ ഈ ബ്രദറിനെ പരിചയപ്പെട്ടപ്പോഴാണ് ഇതൊന്നല്ല മെയിൻ സംഗതി. വളണ്ടറി വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിയായിട്ടുള്ളൊരു വളണ്ടറി വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമീപ്യം കൊണ്ട് മാസ്റ്ററുടെ പ്രസൻസ് യൂസ് ചെയ്യണം. ഞാൻ അതിശയിച്ചു പോയി, ഈ ബ്രദർ ഇത്രയും വേഗം എങ്ങനെയാണ് ഇങ്ങനെ മാറ്റം. അപ്പോൾ ആൾ അങ്ങനെ ഫിക്സ് ചെയ്ത് ഗോൾ ഫിക്സ് ചെയ്തിട്ടാണ് വരും ആൾ. അപ്പോൾ ആണ് രാജിയുടെ ഏറ്റവും വലിയൊരു ഓഫർ വന്നത്. അതായത് 3 മാസം കൊണ്ട് നിങ്ങളുടെ ജേണി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഇതെങ്ങനെയുണ്ട് പോയിൻറ്റ്സ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, അതിലായി റിസർച്ച്. ബൈ ഹിസ് ഗ്രേസ് ആൾ ഉദ്ദേശിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടി. അപ്പോൾ ആ സ്ഥലങ്ങളിൽ എത്തിയിട്ടും ഹ്യൂമിലിറ്റിയും സിംപ്ലിസിറ്റിയും ഒന്നും ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതായത് നമുക്ക് എന്ത് സംഗതി ഉണ്ടെങ്കിലും ലാലാജി മഹാരാജൻ്റെ ഇതിൽ നിങ്ങളുടെ ഒരു നല്ലൊരു സ്വഭാവത്തിന് ഉടമയായില്ലെങ്കിൽ നിങ്ങൾക്കിതൊന്നും അവിടെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുള്ള സംഗതി വന്നു. അപ്പോൾ ആ ഒരു റിസർച്ച് ചെയ്യണ സമയത്ത് എനിക്ക് മനസ്സിലായി, അഭ്യാസികൾ അധികം ശ്രദ്ധിക്കാണ്ട് മിഷൻ വർക്ക് എങ്ങനെ ചെയ്യാം. അവരുടെ ശ്രദ്ധ എൻ്റെ ഈഗോനെ നന്നായി ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ശ്രദ്ധ വേണ്ട എനിക്ക്. ഞാൻ വന്നത് മിഷനിൽ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈഗോനെ ബൂസ്റ്റ് ചെയ്യാണ്ട് സൈലൻ്റായിട്ട് എങ്ങനെ മിഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഒരു ഫ്രണ്ടിൽ നിന്നിട്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇതിങ്ങനെ അല്ലാണ്ടും മിഷൻ്റെ വർക്ക് ചെയ്യാം. യഥാർത്ഥ മിഷൻ വർക്ക് ഇതാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ലിറ്ററേച്ചറും ഇതിനുള്ള പരസ്പര സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ മെയിലൊന്ന് ചെക്ക് ചെയ്യുക. മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കുക. മെയിൽ നോക്കി കഴിഞ്ഞപ്പോൾ
ZCയുടെ ഓർഡർ വന്നേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർക്ക് എന്നെ വെച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് വിഷമമായി പോയി. എനിക്ക് പരിചയമില്ലാത്ത മേഖല എന്ന് പറഞ്ഞാൽ. അതുപോലെ പോസ്റ്റ് വേണ്ട എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈ ZC എന്ന് പറഞ്ഞ പോസ്റ്റ് വന്നു. അതിലൊന്നും ഒരു കഥയില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഇതിലൊന്നും ഒരു കഥയില്ല. പക്ഷേ ഈ ZC ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം പലതും, മീറ്റിങ്ങുകൾ വിളിക്കണം, പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കണം. അവിടെ നമുക്ക് വളരെ സൈലൻ്റായിട്ട് പോയാലും പല സമയത്തും നമ്മൾ അപ്പിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ എന്നെ ട്യൂൺ ചെയ്ത് വെച്ച സേഫ് സോണിൽ നിന്ന് തന്നെ വീണ്ടും മാസ്റ്റർ പുറത്തേക്ക് തട്ടിയിട്ടു. അത് ആദ്യം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ മാസ്റ്ററിനെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് വെച്ചിട്ട് മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ എനിക്കൊന്നും മാസ്റ്ററിനെ കാണണമെന്നുണ്ട്, ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്കൊന്ന് അങ്ങേരിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മാസ്റ്റർ ഒന്ന് വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് രാജി മാസ്റ്ററിനെ ചാർജി മാസ്റ്റർ പോലെ അടുത്ത് കാണാനായിട്ട് ആളുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. കുറേ അധികം സംസാരിച്ചു. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം, യു ആർ ഫ്രീ, എന്ത് കാര്യം നീ എന്നോട് പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടതൊക്കെ. അവിടെ നമുക്ക് മാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും വളരെയധികം ഫേവറേറ്റ് ആയിട്ട് അറ്റാച്ച്മെൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് മാറ്റി അതിൽ നിന്ന് നമ്മളെ വീണ്ടും ഒന്ന് അടർത്തി അതിലൊരു കുറേ അധികം മാറ്റങ്ങൾ വരുത്തി വീണ്ടും ഡിറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ വീണ്ടും അറ്റാച്ച് ആക്കണ ഒരു പരിപാടിയാണ് ഞാൻ ഈ വിഷയത്തിൽ കണ്ടേക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോവാൻ അവർ അനുവദിക്കണില്ല ശരിക്കും. അപ്പം ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ അഭ്യാസികളെ വളർത്തിയെടുക്കണമെങ്കിലും അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരാണ്ട് നോക്കണം, നമ്മുടെ ശ്രദ്ധയും അവരിലേക്ക് പോകാണ്ട് നോക്കണം. എന്നാലേ രണ്ടു കൂട്ടരും സേഫ് ആവുള്ളൂ. ZC കുറേ കാര്യങ്ങൾ ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ CC ടീമിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി. അപ്പോൾ എന്തെങ്കിലും മിഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ CC ടീമിനെ വിളിക്കും, സെൻട്രൽ കോർഡിനേറ്റേഴ്സിനെ വിളിക്കും, നമുക്ക് എന്താ ചെയ്യണമെന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കുറേ എടുക്കും. അപ്പോൾ അവരുടെ അഭിപ്രായം ആകുമ്പോൾ അവർക്ക് നടത്തണ്ടേ. അപ്പോൾ എനിക്കും ഭയങ്കര ഹെൽപ്പായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ആംഗിൾ ഉണ്ടാവും, ഇതേപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നവരവരും അവരുടെ കുറേ ആംഗിൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കുറേ ആശയങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് തുടങ്ങി. ഇതിനെക്കാട്ടൊക്കെ ഉപരി സംഗതി ZC ഇപ്പോൾ ഞാൻ ആദ്യം എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു പോസ്റ്റിൽ മാസ്റ്റർ ഓരോ പൊസിഷനിൽ നമ്മൾ നിർത്തും. അപ്പോൾ സ്പിരിച്വൽ പവർ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗോളിലേക്ക് എത്താൻ സുഖമായിരിക്കും. ഇതൊക്കെയാണെന്ന് നമ്മൾ കേട്ടേക്കണ അറിവും അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ അറിവുമൊക്കെ. പക്ഷെ ഞാൻ ZC ആയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ സംഗതി രാജി മാസ്റ്റർ പറഞ്ഞ പോലെ ഏതൊരാളാണ് ഏറ്റവും നല്ല കണ്ടീഷനിൽ ആ ഹാളിലുള്ളത് ആളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്മിഷൻ പോവുക. എന്നെ അത് വളരെയധികം എന്നെ ഇൻസ്പയർ ചെയ്യിച്ച ഈ ബ്രദർ എപ്പോഴുണ്ടോ ആ ബ്രദർ ഞാൻ സത്സംഗം കണ്ടക്ട് ചെയ്യാനിരുന്നാൽ പോലും ആ ബ്രദറിൻ്റെതായിട്ടുള്ള ഓഹരി വർക്ക് ആൾ ചെയ്യും. അതായത് ആ ഏരിയയിലേക്ക് എനിക്ക് നോക്കേണ്ട പറ്റില്ല, ആ ഏരിയയിലേക്ക് ആളിൽ നിന്ന് വർക്ക് പോകണമെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഓട്ടോമാറ്റിക്സാണ് ഈ സംഗതി. നമ്മുടെ പ്യൂരിറ്റി എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് നേച്ചർ വർക്ക് ചെയ്യും. പ്യൂരിറ്റി എപ്പോൾ നമ്മളിന്ന് പോകണോ 5ാം ക്ലാസ്സിലാണെങ്കിൽ 5ാം ക്ലാസ്സിൽ വർക്ക് വരുള്ളൂ. പ്യൂരിറ്റി 10ാമത്തെ ലെവലാണെങ്കിൽ 10ാമത്തെ ലെവൽ നമ്മളെ തേടി വരും. ഇത് ഫിക്സഡ് അല്ല. ഞാൻ എത്ര നാൾ പ്യൂരിറ്റി ലെവൽ കൊണ്ടു നടക്കുന്നുണ്ടോ അത്ര ലെവൽ മാസ്റ്റർ ഫ്രീഡം തന്നേക്കുന്നത്. നിനക്ക് 1ാം ക്ലാസ്സിൽ വർക്ക് ചെയ്യണോ 1ാം ക്ലാസ്സിൽ വർക്ക് ചെയ്തു, 10ാം ക്ലാസ്സിൽ നിൽക്കണോ നീ ആ ലൈഫ് സ്റ്റൈൽ നിനക്ക് വേണം. അപ്പം മാസ്റ്റർ ഒരു സർട്ടിഫിക്കറ്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്നുമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ബോൾ ഓഫ് ലൈറ്റ് ആവാന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാവും ഓരോ സെല്ലും. പക്ഷെ നമ്മൾ നോക്കണം, നമ്മൾ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മാസ്റ്ററുടെ പ്രസൻസ് യൂസ് ചെയ്യുന്നുണ്ടോ. നമ്മളുടെ കുറച്ച് വാക്കുകളും കുറച്ച് ഡീഡ്സും മാറുമ്പോൾ തന്നെ എനിക്കെപ്പോൾ മനസ്സിലാവും ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ആദ്യം ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോവും, പിന്നെ ബാബുജി മഹാരാജ് ഓടിപ്പോവും. എനിക്കിങ്ങനെ ഫീൽ ചെയ്യും ഇതേ പോയി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വീണ്ടും സോറി പറയും. എനിക്ക് എന്നുവെച്ചാൽ ഒരു വൈബ്രേറ്ററി ലെവലിൽ മാത്രമാണ് ഓരോ രീതിയിലും നമുക്ക് അവരുടെ പ്രസൻസ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യണതാണ്. ഇപ്പോഴത്തെ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് വേണമെന്നൊന്നുമില്ല. നമ്മളെ പരീക്ഷിക്കാൻ പല പോസ്റ്റുകൾ തരാം, അത് മാസ്റ്റേഴ്സിൻ്റെ ഓരോ സംഗതികളാണ്. വെച്ചാൽ പല വിധത്തിലുള്ള തീരുമാനങ്ങളിലും
ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളോട് വളരെയധികം ദേഷ്യപ്പെട്ടും വളരെയധികം വിഷമിപ്പിച്ച ആൾക്കാരെയും പിന്നെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ബി നോട്ട് റിവെഞ്ച്ഫുൾ എന്നൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു റിവെഞ്ച് ആരെങ്കിലും നിന്ന് ഉണ്ടായിട്ട്, ഏറ്റവും പ്രിയപ്പെട്ട ആളിൽ നിന്ന് ഉണ്ടായിട്ട്, അത് അവരെയും സ്നേഹിക്കാൻ പറ്റണം. അപ്പോൾ പുസ്തകം വായിച്ച് ക്ലാസ് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ സംഗതി നമുക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പക്ഷേ എന്നെ ഇൻസ്പയർ ചെയ്യിച്ച് ഈ ബ്രദർ പറയും, ആ ബ്രദറിനെ കാണുമ്പോൾ ബ്രദറിൻ്റെ ഹാർട്ടിൽ ഫ്രീക്വൻസി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുറേയും കൂടിയും ആ റിലേഷൻഷിപ്പിൽ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യും. ആ ആളെ ബ്രദറിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ആ റിലേഷൻഷിപ്പ് നന്നാവാനായിട്ടുള്ള സാധനം നന്നായി ചെയ്യാൻ പറയും. അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വല്ലാത്ത വ്യത്യാസമാവാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഈ സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ വലിയൊരു മനോഹരമായിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി ഉള്ള സിസ്റ്റമാണ്. കൂടി വന്നാൽ നമുക്കൊരു ജീവിതത്തിൽ നമ്മൾ അധികം സംസാരിക്കുന്നത് ഒരു 100 പേരുണ്ടെങ്കിൽ 20 പേരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാർ 6 7 പേരുണ്ടാവുള്ളൂ. ഈ 7 ആൾക്കാരെ നമ്മൾ ഈ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് പോലെ അവരെ എൻ്റെ ഫ്രണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന വികാസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വികാസം. നമുക്കൊരു അവരോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ, അതായത് എത്ര വിരോധം ഉണ്ടായിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്നേഹം വരും നമുക്ക്. ഈ ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ ഒരു കണ്ടുപിടുത്തം പുസ്തകത്തിൽ വയ്ക്കാനുള്ളതല്ല. നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആളാണ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഏത് രീതിയിലും എനിക്ക് പറ്റും. അതിന് ഞാനാകെ ചെയ്തത് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞ മെത്തേഡ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. ഈ മെത്തേഡ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ സിസ്റ്റത്തിൽ എപ്പോഴും പറയണതാണ് യൂണിറ്റിനെ കുറിച്ചിട്ട്. വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിക്ക് ഏറ്റവും വേണ്ട സംഗതികൾ മുഴുവൻ ഈ പ്രാക്ടീസിൽ മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ രീതിയിലുള്ള സംഗതികൾ മുന്നിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട കണ്ടമാന ഏരിയ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വന്നു തുടങ്ങുന്നുണ്ട്. അത് പിടിച്ച് പോകണം. ചെറിയൊരു ലൈഫ് സ്പാൻ ഉള്ളൂ നമുക്ക്. നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന വളരെ വലിയ സംഗതികളാണ്. നമുക്ക് ആളുടെ ഒരു ജ്വല്ലാവണം. അവസാനമായിട്ട് കാണുന്നവരോട് എന്തെങ്കിലും ദിനേശിന് പ്രത്യേകിച്ച് പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മിഷനിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് നമ്മൾ വായിച്ച് പഠിപ്പിക്കാണ്ട് നമ്മൾ അതിലെ ഓരോ പ്രിൻസിപ്പിൾസും നമ്മൾ അപ്ലൈ ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസാണ് ഏറ്റവും വലുതെന്ന് ദാജി എപ്പോഴും പറയില്ലേ. അപ്പോൾ ലൈഫിൽ ഇഷ്ടംപോലെ സിറ്റുവേഷൻസ് എപ്പോഴും വരും. പക്ഷേ ഇതിലെ സൊല്യൂഷൻസ് ഈ സിസ്റ്റത്തിൽ എല്ലായിടത്തും ഉണ്ട്. ആ സിസ്റ്റം കറക്റ്റായിട്ട് അത് പ്രാക്ടീസിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. കുഞ്ഞൊരു ലൈഫ് സ്പാനുള്ളൂ. എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഏതെങ്കിലും വ്യക്തികളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രാക്ടീസിലൂടെ ചെയ്ത് വളരെ രസകരമായിട്ട് തന്നെ പോകണം തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളൊരു മെസ്സേജ്. ഞാൻ ഇച്ചിരി വൈകിപ്പോയി. കുറച്ചും കൂടി മുന്നേ ഇത് അപ്ലൈ ചെയ്ത് പഠിച്ചെങ്കിൽ ഇത്രത്തോളം കുറച്ച് കാര്യങ്ങളിലേക്ക് എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് തന്നെ മിഷനിൽ പോകാം. മാസ്റ്റേഴ്സിന് എന്തോരം ഹെൽപ്പാവും. ഞാൻ ഇപ്പോൾ ആലോചിക്കണത്, നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമം പാരൻസിനാണ്. ഇപ്പം മാസ്റ്റേഴ്സിനാണ് ഏറ്റവും വലിയ വിഷമം. മാസ്റ്ററുടെ സന്തോഷമാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ബാക്കി ഒരു കാര്യത്തിന് നമ്മൾ നിൽക്കരുത്. സോ ബാബുജി മഹാരാജ് പറഞ്ഞ പോലെ നീ നിൻ്റെ ഗുരുവിനെ സന്തോഷവാനാക്കി നോക്ക്. അത്ര എനിക്ക് പറയാം. ഓക്കെ ദിനേശ്, എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ പ്രാക്ടിക്കൽ സംഗതികൾ കുറേ സംസാരിച്ചു. ദിനേശിൻ്റെ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാവുന്നു. വളരെയധികം നന്ദി. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകളും എൻ്റെ എക്സ്പീരിയൻസുകളും ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു തന്നുള്ളൂ. യഥാർത്ഥത്തിലുള്ളത് മാസ്റ്റേഴ്സിൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരവർ പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. ഒരിക്കലും ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഇൻഡ്യൂഷൻസാണ് എനിക്ക് തരുന്ന അറിവുകളാണ്. ഞാൻ മാസ്റ്റേഴ്സിൻ്റെ പുസ്തകങ്ങൾ എങ്ങനെയാണ് നമ്മളെപ്പോഴും റിസർച്ച് ചെയ്യണം. നമ്മൾ എന്തായാലും അതായിരിക്കും മാസ്റ്റേഴ്സിന് ഏറ്റവും ഇഷ്ടം. ആ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണുള്ളൂ. ഓക്കെ, നന്ദി.